കൽക്കി തിയേറ്ററുകളെ കീഴടക്കി മുന്നേറുന്നതിനിടയിൽ ഒരു പുതുമുഖ നടൻ്റെ ചിത്രം തിയേറ്ററിലെത്തിയിട്ടുണ്ടെന്നും അടിയോടടിയാണ് ചിത്രമെന്നും ഹിന്ദി അറിയാത്തവരോട് അടിക്കെന്ത് ഭാഷയെന്നും മറിച്ച് ചോദിച്ചും സിനിമാ പ്രേമികൾ തിയേറ്ററിലേക്ക് വെച്ചു പിടിച്ചു. കിൽ. അങ്ങനെ സൈലൻ്റായി വന്ന് സ്ക്രീനിൽ ചോരപ്പുഴ ഒഴുക്കി. ബോളിവുഡിലെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രമെന്ന ഖ്യാതി കിൽ നേടുകയും ചെയ്തു. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കെ തന്നെ ചിത്രം OTTയിലും എത്തി. ചിത്രം 17 ദിവസം കൊണ്ട് 43 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് ട്രാക്കർമാരുടെ പക്ഷം. ഇന്ത്യയിൽ നിന്ന് 24 കോടിക്ക് മുകളിൽ. കിൽ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമ, ചോരക്കളി കൊണ്ട് റെഡ് സർട്ടിഫിക്കറ്റ്. ചിത്രത്തിൻ്റെ ഹോളിവുഡ് റീമേക്ക് റൈറ്റ്സ് വാങ്ങിച്ചത് ജോൺ വിക്ക് എന്ന വിഖ്യാത ചിത്രത്തിൻ്റെ സൃഷ്ടാക്കൾ. ടൊറൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് കിൽ ആദ്യമായി പ്രീമിയർ ചെയ്തത്. കൽക്കി തിയേറ്ററിൽ തിളങ്ങുമ്പോഴും ഹിറ്റടിച്ച ചിത്രം. ഒരു പുതുമുഖ നടൻ്റെ അസാധ്യ പ്രകടനം. ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ അടുത്ത ആഴ്ചയിൽ കൂടുതൽ കളക്ഷൻ. കേരളത്തിലെ 10 തിയേറ്ററുകളിൽ നിന്ന് 80ലേറെ തിയേറ്ററുകളിലേക്ക്. അങ്ങനെ പോകുന്നു വാർത്താ തലക്കെട്ടുകളിലെ കിൽ സാന്നിധ്യം. ചിത്രം കണ്ടവർക്ക് പറയാനുണ്ടായിരുന്ന കാര്യം നായകനെ എത്തിയ ആളെക്കുറിച്ചായിരുന്നു. സാധാരണ ബോളിവുഡ് നടന്മാരെ പോലെ തന്നെയുള്ള താരശരീരം തന്നെയാണെങ്കിലും മെയ്വഴക്കമുള്ള ആക്ഷൻ നായകനെ അനുസ്മരിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ ഡൽഹിക്കാരനായ ലക്ഷ്യ എന്നറിയപ്പെടുന്ന ലക്ഷ് ലാൽവാനി. സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന അനേകായിരം ചെറുപ്പക്കാരിൽ ഒരാൾ തന്നെയായിരുന്നു ലക്ഷ്യ. എന്നാൽ ആ മുഖം മിനി സ്ക്രീനിൽ തിളങ്ങാൻ തുടങ്ങിയിട്ട് ഏകദേശം വർഷം 9 ആയി. 2015 വാരിയർ ഹൈ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ലക്ഷ്യ തൻ്റെ അഭിനയ അരങ്ങേറ്റം നടത്തുന്നത്. ആദുരി കഹാനി ഹമാരി, പ്യാർ തൂനെ ക്യാ കിയ, പർദേസ് മേ ഹേ മേരാ ദിൽ തുടങ്ങിയ സീരിയലുകളിൽ വിവിധ കഥാപാത്രങ്ങളിൽ താരമെത്തി. പോറസ് എന്ന ചരിത്ര TV ഷോയിൽ ടൈറ്റിൽ യോദ്ധാവുമായി. അതിനുശേഷം ലക്ഷ്യയെ കാണുന്നത് കില്ലിലാണ്. അതിലേക്ക് എത്തിയത് ഇങ്ങനെയാണ്. കരൺ ജോഹർ ദോസ്താന 2 പ്ലാൻ ചെയ്യുകയും അതിലേക്ക് ലക്ഷ്യയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ പ്രൊജക്റ്റ് നടന്നില്ല. പിന്നെയും 1-2 പ്രൊജക്റ്റുകളിൽ ലക്ഷ്യയെ കാസ്റ്റ് ചെയ്യുന്നു. അതും ഉപേക്ഷിച്ചു. പക്ഷേ കരൺ ജോഹർ ലക്ഷ്യയെ നിരാശപ്പെടുത്തിയില്ല. നിഖിൽ നാഗേഷ് ഭട്ട് രചനയും സംവിധാനം ചെയ്യുന്ന കില്ല് പ്രഖ്യാപിച്ചു. അതിൽ ലക്ഷ്യയെ നായകനാക്കുന്നു. അങ്ങനെ ഒരു ട്രെയിൻ യാത്രയും നല്ല പൊരിഞ്ഞടിയുമായി കിൽ സ്ക്രീനുകളിൽ പ്രകമ്പനം കൊള്ളിച്ചു. സംവിധായകൻ തന്നെ രചന നിർവഹിച്ച ചിത്രത്തിലെ കഥ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇന്ത്യൻ ആർമിയിലെ ഒരു കമാൻഡോ ഒരു ട്രെയിനിൽ കയറുന്നു, ഒരു കൊള്ള സംഘവും കൂടെ കയറുന്നു. ഇത് തന്നെ. പിന്നെയുള്ളത് കണ്ടു തന്നെ അറിയണം. 2021-22 കാലഘട്ടത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ 699 കവർച്ചകളും മോഷണ ശ്രമങ്ങളും നടന്നതായി പറയുന്ന പത്രക്കട്ടികിൽ നിന്നാണ് നിഖിലിന് കില്ലിൻ്റെ ആശയമുണ്ടാകുന്നത്. ആ കവർച്ചകളിൽ 10ലേറെ വൻ കവർച്ചകളായിരുന്നു. നിഖിൽ അങ്ങനെയൊന്ന് സിനിമയായി മനസ്സിൽ കണ്ടു. എന്തുകൊണ്ടായിരിക്കും കില്ല് ഇങ്ങനെ സ്വീകരിക്കപ്പെടാൻ കാരണം? ആക്ഷൻ ചിത്രങ്ങൾക്ക് ഇന്ത്യയിൽ നല്ല ആരാധകരുണ്ട്. ബ്രൂസ്ലിയും ജാക്കി ചാനും ക്ലിൻ്റ് ഈസ്റ്റ്വുഡും അർണോൾഡും ജെറ്റ്ലിയും നമ്മുടെ TV മുറികളെ ആവേശഭരിതമാക്കിയിരുന്ന കാലമുണ്ടായിരുന്നു. ഭാഷക്കതീതമായി ഇത്തരം ചിത്രങ്ങൾ നമ്മൾ രസിച്ചിരുന്നു കണ്ടു. കോവിഡ് കാലത്തിന് ശേഷമുള്ള OTT സാധ്യതകളിൽ അന്യഭാഷ ആക്ഷൻ ചിത്രങ്ങൾ കൂടുതൽ ഇന്ത്യൻ സിനിമാ പ്രേമികളിലേക്ക് എത്തി. ഇതിൽ തന്നെ കൊറിയൻ, ചൈനീസ്, തായ് ആക്ഷൻ ചിത്രങ്ങളായിരുന്നു കൂടുതൽ. ഞൊടിയിടയിൽ മിന്നിമറയുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായിരുന്നു പല ചിത്രങ്ങളും. അതേ ചുവട് പിടിച്ചാണ് കില്ലെത്തിയതെന്നതാണ് ഇങ്ങനെ സ്വീകരിക്കപ്പെടാനുള്ള ഒരു കാരണം. അതായത് ജോൺ വിക്കും ദി റൈഡ് റിഡംഷനും പോളാറും ദ മാൻ ഫ്രം നൗവെയറും കാണുമ്പോൾ പ്രേക്ഷകന് കിട്ടിയ അതേ ഫീൽ കില്ലിനും നൽകാനാവുന്നുണ്ട്. അനിമലിൻ്റെ ബോക്സ് ഓഫീസ് വിജയത്തിൻ്റെ പിന്നിലും അതിലെ ആക്ഷൻ തന്നെയാണ്. ആക്ഷൻ ചിത്രങ്ങളിൽ ആദ്യം തിരയുക അതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫറായിരിക്കും. പുലിമുരുകൻ്റെ ഹിറ്റിന് ശേഷം പീറ്റർ ഹെയ്ൻ മലയാളിക്ക് പ്രിയപ്പെട്ടതായത് അതിനൊരു ഉദാഹരണമാണ്. സംവിധായകൻ നിഖിൽ തിരക്കഥ എഴുതുമ്പോൾ തന്നെ ആക്ഷൻ ഒരുക്കാൻ രാജ്യത്തിന് പുറത്തുള്ള ഒരാളെ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ആ അന്വേഷണം ജർമ്മനിയിലേക്കും ഇറ്റലിയിലേക്കും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും നിഖിലിനെ കൊണ്ടുപോയി. അങ്ങനെ കൊറിയക്കാരൻ സേ യോങ് ഓയിലെത്തി. അങ്ങനെയാണ് ആ പൊരിഞ്ഞ അടി സ്ക്രീനിൽ വിസ്മയമാവുന്നത്. ക്യാമറയും എഡിറ്റുമാണ് കില്ല് അനുഭവേദ്യമാക്കിയ മറ്റൊന്ന്. സിനിമ തുടങ്ങി കൂടുതലായും ഒറ്റ ട്രെയിനിനുള്ളിൽ ഒറ്റ ലൊക്കേഷൻ. നിരന്തരം മാറി മറിയുന്ന ക്യാമറ, റാപ്പിഡായ കട്ടുകൾ, ക്ലോസപ്പ് ഷോട്ടുകളും മീഡിയം ഷോട്ടുകളും കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ആക്ഷൻ, സ്ക്രീനിൽ കഥാപാത്രത്തിന് കിട്ടുന്ന അടി പ്രേക്ഷകന് കിട്ടുന്ന പോലെ അനുഭവേദ്യമാക്കാൻ കപ്പാസിറ്റി ഉള്ളതായി അത് മാറുന്നുണ്ട്. കേരളത്തിൽ ചെറിയ സ്ക്രീൻ കൗണ്ടോടെയാണ് ചിത്രം ജൂലൈ 5-ാം തീയതി പ്രദർശനം ആരംഭിച്ചത്. എന്നാൽ കണ്ടവർ മികച്ച അഭിപ്രായം സോഷ്യൽ മീഡിയയിലും മറ്റും പറഞ്ഞതോടെ കാണികൾ കൂടി. ഇതോടെ തിയേറ്ററുകൾക്കിടയിൽ ചിത്രത്തിന് ഡിമാൻഡുമേറി. 2-ാം വാരത്തിലേക്ക് എത്തിയപ്പോൾ കേരളത്തിലെ 80ഓളം തിയേറ്ററുകളിലാണ് കിൽ പ്രദർശിപ്പിക്കുന്നത്. ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് റിലീസ് ദിവസം കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് 21 ഷോ. എന്നാൽ 2-ാം വാരമായപ്പോൾ അത് 234 ഉയർന്നു. തിയേറ്ററുകളുടെ എണ്ണം 10-ൽ നിന്ന് 80ലേക്കും. മൗത്ത് പബ്ലിസിറ്റിയും ഒപ്പം സോഷ്യൽ മീഡിയയും ഒരു ചിത്രത്തിലുണ്ടാക്കിയ കുതിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിശ്ചിത സ്ഥലത്തെ ആക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിലേത്. ട്രെയിൻ ടു ബൂസാൻ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് പ്രിയപ്പെട്ടതാവാൻ ഇത് തന്നെയായിരുന്നു കാരണം.
അതുതന്നെയാണ് കില്ലും പിന്തുടരുന്നത്. വലിയ ബജറ്റിൽ നിർമ്മിച്ച് കോടികൾ മുടക്കി PR ചെയ്ത് ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെടുന്ന ചിത്രങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന കാഴ്ചയാണ് ബോളിവുഡിൽ നിന്നും അടുത്തിടെയായി കാണുന്നത്. നാഗേഷിനെ പോലെയുള്ള സംവിധായകരും കില്ല് പോലെയുള്ള സിനിമകളും കാലത്തിനൊപ്പം ചൂടുവെക്കാൻ പെടാപ്പാടുപെടുന്ന ഹിന്ദി സിനിമാ ലോകത്തിന് ഒരു പ്രതീക്ഷ തന്നെയാണ്. ചിത്രം ഇന്ത്യക്ക് പുറത്ത് OTTയിൽ എത്തിയെങ്കിലും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് വേട്ട അവസാനിപ്പിക്കാൻ ഇനിയും സമയമെടുക്കും.